മൈ യൂട്യൂബ് ചാനൽ സ്മൈലി പാറൂസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എയർലൈൻ ഫ്രോക്ക് എങ്ങനെ കട്ട് ചെയ്യാം, ഈസി ആയിട്ട് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ് തുടക്കക്കാർക്ക് വേണ്ടി. അപ്പം നമ്മുടെ തുണി ഇതാണ്. ഇനി നമ്മുടെ കട്ടിങ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. തയ്യൽ അറിയാത്തവർക്ക് പോലും ഇത് ഈസി ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഫ്രോക്ക് തയ്ക്കാം. വീഡിയോയിലേക്ക് നമ്മളിപ്പോൾ തുണി എടുത്തു, രണ്ടായിട്ട് മടക്കിയിട്ടു. അപ്പോൾ ചിലർ നമ്മുടെ തുണി നാലായിട്ടാണ് മടക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് വശവും ബാക്ക് വശവും നമുക്ക് ഒരുപോലെ ഒരുമിച്ച് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഞാൻ രണ്ടായിട്ടാണ് മടക്കിയിട്ടത്. എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് അതാണ്. അതുകൊണ്ട് ഞാൻ രണ്ടായിട്ടാണ് മടക്കിയിട്ടത്. അതിനുശേഷം നമ്മുടെ അളവ് തുണി എടുത്ത് നേരെ നിവർത്തിയിടുക. നമ്മുടെ അളവ് തുണിയും അടിയിലെ തുണിക്കും ചുളിവ് വരാത്ത രീതിയിൽ വേണം തുണി ഇടാൻ. ചുളിവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെട്ടുമ്പോൾ, തുണി വെട്ടിയെടുക്കുമ്പോൾ കയറി ഇറങ്ങിയും പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മുടെ തുണി വേസ്റ്റ് ആകും. അതിനുശേഷം നമ്മൾ അളവ് വരച്ചു കൊടുക്കുക. അപ്പം എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, കുട്ടി തയ്യലിന് ആവശ്യമുള്ള തയ്യത്തുമ്പ് എന്താ ഇടാത്തേന്ന് തോന്നും. ഞാൻ തുണി അകവശം ഇട്ടിട്ടാണ് തുണി ഇട്ട് വെട്ടുന്നത്. അപ്പം നമ്മുടെ തയ്യൽ തുമ്പും കൂടെ വരും. പിന്നെ നമ്മുടെ ഞുറുവിൻ്റെ ഭാഗത്ത് നമുക്ക് ലേസോ നെറ്റോ അല്ലെ നമ്മുടെ ഈ തുണി തന്നെ ബാലൻസ് വരുന്നുണ്ടെങ്കിൽ അത് വെച്ച് ഞുറു പിടിച്ച് നമുക്ക് അടിക്കാൻ പറ്റും. അതിനുശേഷം കൈക്കുഴി അടയാളപ്പെടുത്തി കൊടുക്കുക, ഷോൾഡർ അടയാളപ്പെടുത്തുക, പിന്നെ നമ്മുടെ കഴുത്ത്. ഇത് മൂന്നും അടയാളപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുണി വെട്ടാം. അതിനുശേഷം ഞാൻ ബാക്ക് വശമാണ് വെട്ടുന്നത്. അപ്പം ചിലർക്ക് ബാക്കിലെ കഴുത്ത് ഒരുപാട് ഇറങ്ങണം, ചിലർക്ക് ഒരുപാട് ഇറക്കം വേണ്ട. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ നമ്മൾ ബാക്കിലത്തെയും ഫ്രണ്ടിലത്തെയും കഴുത്തിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ രണ്ട് വശവും രണ്ടായിട്ട് വെട്ടിയെടുക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മൾ ആദ്യത്തെ പോർഷൻ ചെയ്തതുപോലെ തന്നെ ഇറക്കവും ഷേപ്പും എല്ലാം വരച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ കൈക്കുഴിയൊക്കെ അടയാളപ്പെടുത്തി നമ്മൾ തുണി ഇനി വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫ്രണ്ട് വശവും ബാക്ക് വശവും രണ്ടായിട്ടാണ് നമ്മൾ വെട്ടിയെടുത്തത്. ചിലപ്പോൾ നാലായിട്ടിട്ട് വെട്ടുമ്പോൾ നമുക്ക് ഈസിയാണ്. നാലായിട്ട് മടക്കിയിട്ട് വെട്ടുമ്പോൾ ഒരുമിച്ച് വെട്ടിയെടുക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടായിട്ടിട്ടാണ് വെട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ എയർലൈൻ ടോപ്പ് ഫ്രോക്ക് പെട്ടെന്ന് വെട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ. എനിക്കിതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത്. അതിനുശേഷം നമ്മുടെ തുണിയെല്ലാം വെട്ടിയെടുത്തു. അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോ മനസ്സിലായെന്ന് തോന്നുന്നു, ഞാൻ ഈ കാണിച്ചത് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണും വരെ ബൈ ബൈ.